ഞാനിപ്പോൾ ഉള്ളത് സാൻ പിയോ സെന്ററിന്റെ മുൻപിലാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ തൊടുപുഴയിൽ നിന്നും അടിമാലി ഊന്നുകൽ റൂട്ടില് പാറ എന്ന കൊച്ചു ഗ്രാമത്തില് വെങ്ങോലിയിൽ VJ തോമസ്, ഏലിക്കുട്ടി തോമസ് ദമ്പതികൾ നൽകിയ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാതലുള്ള സ്ഥലം, നവീകരണത്തിന്റെ സ്ഥലം, ആത്മീയ ഉണർവിന്റെ സ്ഥലം, ദൈവാനുഭവത്തിന്റെ സ്ഥലം, ജീവിത നവീകരണത്തിനുള്ള കേന്ദ്രം. സാൻ പിയോ സെന്റർ അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസിനാൽ സ്ഥാപിതമായ ഫ്രാൻസിസ്കൻ സഭയിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ അതേ ചൈതന്യത്തിൽ ജീവിക്കുന്നതിനു വേണ്ടി 1528 ആരംഭിച്ച് നവീകരണമാണ് ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ സഭ. ഇന്ന് ഏകദേശം 10,000-ഓളം അംഗങ്ങളായി 110 രാജ്യങ്ങളിൽ അധികം സേവനം ചെയ്യുന്നു. 1922 ഇന്ത്യയിൽ വേരൂന്നിയ കപ്പൂച്ചിൻ സഭ ഇന്ന് 12 പ്രൊവിൻസും 2 കസ്റ്റഡിയുമായി വളർന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളായി ശുശ്രൂഷ ചെയ്യുന്നു. കപ്പൂച്ചൻ ഫ്രാൻസിസ്കൻ സഭയ്ക്ക് കേരളത്തിൽ 4 പ്രൊവിൻസുകളായി വളർന്ന് വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. ഫെബ്രുവരി 15-ാം തീയതി കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കൂദാശ ചെയ്ത ഈ ഭവനം കോട്ടയം പ്രൊവിൻസിന്റെ കേരളത്തിലെ 21-ാമത്തെ ഭവനവും കോതമംഗലം രൂപതയിലെ 4-ാമത്തെ ഭവനവുമാണ്. 2019 സെപ്റ്റംബർ 23-ാം തീയതി വിശുദ്ധ പാതിരി പിയോയുടെ തിരുനാൾ ദിനം വെങ്ങോലിയിൽ VJ തോമസ്, ഏലിക്കുട്ടി തോമസ് ദമ്പതികൾ സാൻ പിയോ സെന്ററിനായി സ്ഥലം നൽകി. തുടർന്ന് 2019 ഡിസംബർ 15-ാം തീയതി മുൻ പ്രൊവിൻഷ്യാലായ ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ ഈ ഭവനത്തിന് തറക്കല്ലിട്ടു. തുടർന്ന് 2022 ആഗസ്റ്റ് 8-ാം തീയതി ഫാദർ ജോർജ് ആന്റണി ആശാരിച്ചേരി നിത്യാരാധന ചാപ്പലിനായി തറക്കല്ലിട്ടു. 2023 ജനുവരി 3-ന് മൈലക്കുമ്പ് സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ മാത്യു മാളിയേക്കൽ പ്രധാന കവാടം വെഞ്ചരിച്ചു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് രചിച്ച സൂര്യകീർത്തനത്തിന്റെ 800-ാം വാർഷികവും തിരുസഭാ ജൂബിലിയുടെ വർഷവുമായ 2025 ഫെബ്രുവരി 15-ന് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിന്റെ കാർമ്മികത്തിൽ ആശീർവദിച്ചു.